നമുക്കിപ്പം അർജുൻ മട്ടന്നൂരും അല്ലമീനും തുടരുന്നുണ്ട്. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് അപർണ കാർത്തികയുമുണ്ട്. അപർണ കാർത്തിക, ഈ ഒപ്പം അഭിനയിച്ച താരങ്ങൾക്കൊക്കെ എപ്പോഴും ഇഷ്ടമുള്ള മുഹൂർത്തങ്ങൾ സമ്മാനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സിനിമയിൽ നമ്മൾ കാണുന്നതിനപ്പുറം അതിനേക്കാൾ വാത്സല്യമുള്ള ഒരു അമ്മയായിരുന്നു. ആ വാത്സല്യമാണ് അവർക്കൊക്കെ നഷ്ടമാകുന്നത്. നമുക്ക് സിനിമയിൽ കണ്ട് ഇഷ്ടപ്പെട്ട അതേ അമ്മ, അതിനേക്കാൾ വാത്സല്യമുള്ള ഒരു അമ്മയും അമ്മൂമ്മയും ഒക്കെയായി ഇടപെട്ടിരുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ നവ്യ ആയാലും നേരത്തെ ഉർവശി ചേച്ചി ആയാലും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടത്. സിനിമയ്ക്കപ്പുറം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ മുന്നിലുള്ള ഒരാൾ നഷ്ടമായതുപോലെയുള്ള ഒരു തോന്നൽ അതല്ലേ ഉണ്ടാവുന്നത് അപർണ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കവിയൂർ പൊന്നമ്മയുടെ വിയോഗ വേളയിൽ അവരെ സ്മരിക്കുന്നതിന്. കാരണം 6.5 പതിറ്റാണ്ട് കാലം എന്ന് പറയുന്നത് മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു ചെറിയ കാലഘട്ടമല്ല. 65 വർഷം സിനിമയിൽ നിറഞ്ഞു നിൽക്കുക, അതും മാതൃവേഷത്തിൽ നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് തികച്ചും അതികഠിനമായ ഒരു ജോലി തന്നെയാണത്. അത് ഈ യുവതലമുറയുടെ, അതായത് ഇന്നത്തെ 2021 വരെ അവർ സിനിമാ മേഖലയിൽ സജീവമായ രംഗത്തുണ്ടായിരുന്നു. കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്ന ഒരു നടിയെ ഓർത്തെടുക്കുമ്പോൾ നമുക്കെല്ലാം ആദ്യം ഓർമ്മയിലേക്ക് വരുന്നത് നേരത്തെ സുജയെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ വലിയ പൊട്ടും വെള്ള വസ്ത്രവും നിറഞ്ഞ ചിരിയും ഒക്കെ തന്നെയാണ്. അത് പലതരത്തിലാണ് മാതൃഭാവങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കാറുള്ളത്. അതിൽ സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, ലാളിത്യത്തിൻ്റെ ഒക്കെ ഭാവമായിട്ടാണ് കവിയൂർ പൊന്നമ്മയെ ആളുകൾ എപ്പോഴും കാണുന്നത്. പക്ഷേ അവർ ഒരു നടി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളിൽ ഒന്ന് MT വാസുദേവൻ നായരുടെ കലാവിരുതിൽ ഒരുങ്ങിയിട്ടുള്ള നിർമാല്യത്തിലെ വെളിച്ചപ്പാടിൻ്റെ ഭാര്യയായി വന്ന കവിയൂർ പൊന്നമ്മയാണ്. അത് ഒരിക്കലും, അത് എത്ര വേഷങ്ങൾ അതിനുശേഷം അവർ ചെയ്താലും അവരുടെ കഥാപാത്ര പൂർണ്ണതയിലേക്ക് എത്താൻ ആദ്യ കാലങ്ങളിൽ അഭിനയിച്ചിരുന്ന ആ വേഷം എടുത്തു പറയേണ്ടതായിട്ട് വരും എന്നുള്ളിടത്ത് തന്നെയാണ് ആ നടിയുടെ അഭിനയ പാടവം നമ്മൾ ഓർത്തിരിക്കുക കൂടി ചെയ്യേണ്ടത്. അതിനുശേഷം ശ്രീരാമ പട്ടാഭിഷേകം 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമ പുറത്തു വരുന്നത്. കവിയൂർ പൊന്നമ്മ എന്ന നടിയെ മലയാള സിനിമയിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് അറിയിക്കപ്പെടുന്നത് ഈ സിനിമയിലൂടെയാണ്. രാമായണം അടിസ്ഥാനമാക്കി ഒരുങ്ങിയ ചിത്രത്തിൽ രാവണൻ്റെ ഭാര്യയായ മണ്ടോദരിയുടെ വേഷത്തിലാണ് കവിയൂർ പൊന്നമ്മ ഈ സിനിമയിലെത്തിയത്. തുടർന്ന് 20-ാം വയസ്സിൽ കുടുംബിനി എന്ന ചിത്രത്തിൽ സത്യൻ, മധു തുടങ്ങിയ നായക നടന്മാരുടെ അമ്മയായി കവിയൂർ പൊന്നമ്മ വെള്ളിത്തിരയിൽ വരവറിയിച്ചു. ആലോചിക്കണം, 20-ാമത്തെ വയസ്സിലാണ്. അന്ന് ഈ മധുവിനും സത്യനുമെല്ലാം കവിയൂർ പൊന്നമ്മയേക്കാളും പ്രായമുണ്ടായിരുന്നു എന്ന് അവർ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നടി എന്നതിനേക്കാൾ ഉപരി മികച്ചൊരു ഗായിക, അതായിരുന്നു അവരുടെ മേൽവിലാസം. KPSCയുടെ നാടകങ്ങളിൽ ഗായികയായി എത്തിയതാണ്. പിന്നീടാണ് അഭിനേത്രി എന്നുള്ള നിലയിലേക്ക് അവരെത്തിയത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ പാട്ടുരംഗങ്ങളിൽ ഒരു വല്ലാത്ത സ്വാധീനം അവർക്കുണ്ടായിരിക്കുന്നു. ഈ തലമുറയിലെ നമുക്കെല്ലാവർക്കും അറിയാവുന്നുണ്ട്, നന്ദനത്തിലെ ആ പാട്ട് കവിയൂർ പൊന്നമ്മ എത്രമാത്രം അനശ്വരമാക്കിയ ഒരു കഥാപാത്ര സൃഷ്ടി കൂടിയാണ് അതെന്നുള്ളത്. ആ ചിത്രത്തിൽ നമുക്ക് നവ്യ നായർ എന്ന് പറയുന്ന നടിയുടെ അഭിനയത്തിനേക്കാളും കൂടുതൽ നമ്മൾ എടുത്തു നിൽക്കുന്നത് കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്ന അമ്മവേഷത്തിലുള്ള മുത്തശ്ശിയായിട്ടുള്ള കവിയൂർ പൊന്നമ്മയുടെ രൂപവും. തീർച്ചയായും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വരികയാണ്. ആറന്മുള പൊന്നമ്മ, അമ്മ കഴിഞ്ഞാൽ പിന്നെ കവിയൂർ പൊന്നമ്മ, രണ്ടുപേരിലും ഈ ഒരു അഭിനയശേഷി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു. അമ്മ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ പ്രവർത്തകർക്കും ആദ്യം ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് കവിയൂർ പൊന്നമ്മയായി മാറുന്നതാണ് ഒരു കാലഘട്ടത്തിൽ. 1980-കളിലൊക്കെ പ്രത്യേകിച്ചും 80 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലും പ്രത്യേകിച്ചും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഏത് വേഷത്തിലും തൻ്റെതായ അഭിനയ മികവ് തെളിയിച്ച പ്രതിഭയായിരുന്നു കവിയൂർ പൊന്നമ്മ. കിരീടത്തിൽ മകനെ ഓർത്ത് നെഞ്ചുപൊട്ടുന്ന അമ്മയെയും തനിയാവർത്തനത്തിൽ മകന് വിഷം കൊടുക്കുന്ന അമ്മയെയും നമ്മൾ എങ്ങനെ മറക്കാനാണ്?